ചേർത്തലിലെ തിരോധാന കേസുകളിൽ റഡാർ പരിശോധനയും പരാജയം. സെബാസ്റ്റ്യന്റെ വീട്ടിലും മുൻ പെൺസുഹൃത്തിന്റെ വീട്ടിലും നടത്തിയ പരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. സെബാസ്റ്റ്യന്റെ വീട്ടിലെ അടുപ്പിൽ നിന്ന് കിട്ടിയ കത്തിക്കരിഞ്ഞ ലേഡീസ് വാച്ച് മാത്രമാണ് തെളിവായി ശേഖരിക്കാനായത്. ഇല്ല, അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. എന്തിനാണ് കസ്റ്റഡിയിൽ? ഇല്ല, പരിശോധിക്കേണ്ട കാരണം ഇതുമാത്രം ബന്ധപ്പെട്ടിട്ടുള്ള സംശയത്തിൽ മുമ്പ് ഇവിടെ സെബാസ്റ്റ്യൻ ഇവിടെ വരാറുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം ഇവിടെ പരിശോധിച്ചെന്നുള്ളൂ. നമ്മൾ തീർച്ചയായിട്ടും ഇത് ഐഷയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ സെർച്ച് നടത്തിയിരിക്കുന്നത്. ഇല്ല, ബിന്ദു പത്മനാഭന്റെ കേസുമായിട്ട് ഇതിൽ യാതൊരു ബന്ധവുമില്ല. അത് ബിന്ദു പത്മനാഭന് ഈ സെബാസ്റ്റ്യന് ഈ റോസമ്മയ്ക്ക് അറിയാവുന്ന രീതി ഉണ്ട് എന്നുള്ള ഒരർത്ഥത്തിൽ മാത്രമാണ് നമ്മളിവിടെ പരിശോധന നടത്തിയത്. ഇതിനു മുമ്പ് നമ്മളിവിടെ വന്ന് ചോദ്യം ചെയ്തിട്ടൊക്കെ ഉണ്ട്. 2012 കാണാതായ ഐഷയെ 2016 വീടിന് സമീപം കണ്ടെന്ന മുൻ വെളിപ്പെടുത്തൽ സെബാസ്റ്റ്യന്റെ മുൻ പെൺസുഹൃത്ത് റോസമ്മ ഇന്ന് തിരുത്തി. വീട്ടിലിപ്പോ ഈ പരിശോധന നടക്കുന്നത് എന്തിനാണെന്നാണ് കരുതുന്നത്? എനിക്കറിയത്തില്ല. നിങ്ങളെല്ലാം വന്ന് പരിശോധിക്കുന്നത് എന്നാന്ന് വെച്ചാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പരിശോധിച്ചെടുത്തോണ്ട് പോക്കോ. അതും എനിക്കറിയത്തില്ല. ഞാനിവിടെ അതാ എനിക്കും അറിയത്തില്ല. ഞാൻ എന്റെ ആധാരത്തെ എഴുതിയേക്കുന്ന ഡേറ്റ് 2016. അതും എനിക്കറിയത്തില്ല. റോസമ്മ അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്യുമെന്നാണ് സൂചന. സെബാസ്റ്റ്യന്റെ കസ്റ്റഡി അപേക്ഷ നാളെ അവസാനിക്കും. കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് ചേർത്തലയിൽ നിന്ന്. ഷഫീദ്, ഇന്നത്തെ തിരച്ചിൽ നിർണായക പുരോഗതികളുണ്ടോ? ഷഫീദ്, കാര്യമായ പുരോഗതിയില്ല എന്ന് വേണം പറയാൻ. ചേർത്തല തിരോധാന കേസിൽ നിർണായകമായ ഒരു ദിവസമായി ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം കണ്ട ദിവസമായിരുന്നു ഇന്ന്. അതുകൊണ്ടാണ് ഈ നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസിൽ നിന്ന് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാങ്കേതിക വിദ്യയായിട്ടുള്ള റഡാർ സംവിധാനം, അതായത് ഗ്രൗണ്ട് പെനട്രേഷൻ റഡാർ സംവിധാനമൊക്കെ ചേർത്തലയിലേക്ക് കൊണ്ടുവന്ന സെബാസ്റ്റ്യന്റെ വീട്ടിൽ പരിശോധന നടത്തിയത്. പല സ്പോട്ടുകൾ അടയാളപ്പെടുത്തി വീടിനകത്തും വീടിന് പുറത്തും പരിശോധന നടത്തി. എന്നാൽ ആ പരിശോധനയിൽ കാര്യമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പകരം അടുക്കള ഭാഗത്ത് നിന്ന് നടത്തിയ പരിശോധനയിൽ ഒരു ലേഡീസ് വാച്ചിന്റെ സ്ട്രാപ്പും മറ്റ് സംവിധാനങ്ങളും മാത്രം കണ്ടെടുക്കാൻ കഴിഞ്ഞു. പക്ഷേ അത് ആരുടെ എങ്ങനെ അത് ഇതിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ ഇതുവരെയും അവർക്ക് ഒരു ഐഡിയയുമില്ല. അതിനുശേഷം ഇന്ന് നടത്തിയ പ്രധാനപ്പെട്ട ഒരു നീക്കം, അത് സെബാസ്റ്റ്യൻ എന്ന് പറയപ്പെടുന്ന ഫ്രെയിമിന് പുറത്തേക്ക് മറ്റൊരു സ്ഥലത്തേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിച്ചു എന്നുള്ളതാണ്. അത് സെബാസ്റ്റ്യന്റെ മുൻ സുഹൃത്തായിട്ടുള്ള റോസമ്മ എന്ന് പറയപ്പെടുന്ന ആളുടെ വീട്ടിലായിരുന്നു. അവരുടെ ഉപയോഗമില്ലാതെ കിടക്കുന്ന ആ ഫാമിൽ, ഒരു കോഴി ഫാം കെട്ടിടത്തിലായിരുന്നു ആ പരിശോധന. അവിടെയും ഈ റഡാർ സംവിധാനം കൊണ്ടുവന്ന പരിശോധന നടത്തി. എന്നാൽ അവിടെയും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പരിശോധനയ്ക്ക് ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയ കാര്യം. മാത്രമല്ല റോസമ്മയെ ഈ സംഭവങ്ങളുമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നും ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് റോസമ്മയെ കസ്റ്റഡിയിൽ എടുക്കേണ്ട കാര്യമില്ല എന്നുകൂടി അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു വെക്കുന്നു. അതിനുശേഷം പക്ഷേ ഈ കണ്ണിയിൽ നാലാമത്തേതെന്ന് ക്രൈംബ്രാഞ്ച് സംശയിക്കുന്ന ഒരാളാണ് സിന്ധു. ആ സിന്ധുവിന്റെ വീട്ടിലും പരിശോധന നടത്തിയെന്നാൽ പരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നാളെ ഈ കസ്റ്റഡി കാലാവധി സെബാസ്റ്റ്യന്റെ അവസാനിക്കും. കോട്ടയം ക്രൈംബ്രാഞ്ച് കോടതിയിൽ തിരികെ സെബാസ്റ്റ്യനെ മടക്കി നൽകും. അപ്പോഴും ഈ ജൈനമ കൊലപാതകം, ജൈനമ തിരോധാനം, ബിന്ദു പത്മനാഭന്റെ കേസ്, ഐഷ, സിന്ധു അടക്കമുള്ളവരുടെ തിരോധാന കേസിൽ ഏതെങ്കിലും തരത്തിലൊരു ലീഡിലേക്ക്, ഒരു തുമ്പിലേക്ക് എത്താൻ ക്രൈംബ്രാഞ്ചിന് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല.